ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അവലുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അവൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്കത് കണ്ട് നോക്കാം. ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോരാത്തതിന് ഒരു ലൈക്കും കൂടി തരണേ. അപ്പോൾ നമുക്ക് കൂടുതൽ പറയാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെളുത്ത അവലോ ഏത് അവൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഒരു 1/4 കപ്പ് മതി കേട്ടോ. ഇനി നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത അവലിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഈ അവൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒന്ന് വറ്റി വരും വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചൂടാകുമ്പോഴത്തേക്കും ചെറിയൊരു കഷ്ണം സവാള ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുഞ്ഞ് തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടി ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിലൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തളർന്ന് കിട്ടിയാൽ മതി. തക്കാളിക്ക് ഒന്ന് ഒടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ ടൈം എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നല്ല ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടല്ലോ, തക്കാളിയൊക്കെ ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. മറ്റു മസാലകളൊന്നും ഇല്ല. ഈ പച്ചക്കുത്ത് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലോ ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ റെഡിയാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേരിലാണ്. അതൊന്നും ഇടാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. സമയക്കുറവുള്ളപ്പോഴൊക്കെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ഈ മുളകിൻ്റെ പച്ചക്കുത്ത് പോയതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അവല് വെള്ളമൊക്കെ കുടിച്ച് ഇതേപോലെ ആയിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിലോട്ട് ഒരു നുള്ള് മാത്രം കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒരു ചപ്പാത്തിൻ്റെ ഡോ പോലെ ആക്കി മാറ്റാം. ആദ്യം 1/2 കപ്പ് പൊടിയാണല്ലോ ഇട്ടത്. പിന്നീടും കൂടി 1/2 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അവൽ നല്ല സോഫ്റ്റ് ആയതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ ടോട്ടൽ 1 കപ്പ് പൊടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവൽ പൊടിച്ചിട്ട് വെള്ളം ചേർക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം തന്നെ ചേർത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണല്ലോ ചേർത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കൊന്നൊരു ലൂസ് പോലെയാണ് ഈ പൊടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനെ 2 പോർഷനാക്കിയിട്ട് മാറ്റാം. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. പരത്തുന്നത് ഞാൻ കാണിക്കുന്ന എല്ലാവർക്കും പരത്താൻ അറിയുള്ളൂ. വെറുതെ കാണിച്ചിട്ട് എന്തിനാണ് ബോറടിപ്പിക്കുന്നത്. ഞാനൊന്ന് പരത്തി വരാം. അപ്പം ഞാൻ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് ഇങ്ങനെ ഒന്ന് 2ആയിട്ട് മാറ്റണം. ഇനി അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഞാൻ നിർബന്ധിക്കുന്നില്ല, കുറച്ച് കെച്ചപ്പ് ഞാൻ ഈ 2 സൈഡിലും ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത്രയും മതി, 2 ഡ്രോപ്സ് ഇത്രയും മതി. എന്നിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം എല്ലായിടത്തും. ഇതേപോലെ ആക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ 4 പോർഷനാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നും ഓരോ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ 2 സൈഡിൽ 2 ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് ഈ ചപ്പാത്തി. കാരണം അവൽ ചേർത്തതിൻ്റെ പേരിൽ എന്തായിട്ട് അവൽ ചേർക്കണം. അപ്പം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ബാക്കി മറ്റേതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 4 കിട്ടും. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല വയറ് ഫില്ലാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. മറ്റേത് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഫിൽ ചെയ്തിട്ട് വരാം. കണ്ടല്ലോ, ഇങ്ങനെ മസാല പുറത്ത് പോകാതെ ശ്രദ്ധിച്ചോളണം കേട്ടോ.
പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലവണ്ണം ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കഷ്ണങ്ങളുണ്ടല്ലോ അത് നാലെണ്ണം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് കൊടുക്കണം ആദ്യം തന്നെ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്ത് വരില്ല. അങ്ങനെ 4 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും അതേപോലെ ആക്കിയെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഞാനങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ കണ്ടല്ലോ, ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി, പുറത്തും അകത്തും നല്ല സോഫ്റ്റ്, നല്ല മസാലയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാനും മറക്കരുത്.